ഇപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാർഡ് എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കുറേ കാറ്റഗറി ഇവർ നമുക്ക് ഈ ഒരു ഓഫർ അവൈൽ ചെയ്യാം. ഹലോ ഗൈസ്, ഈ ചാനലിൽ ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ ഒരു 2 കൊല്ലം മുമ്പ് എൻ്റെ കിട്ടിയ RBLൻ്റെ പ്ലേ കാർഡ് ഒരു അൺബോക്സിങ് ആയിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഞാൻ ഇടുമെന്ന്. ആക്ച്വലി അത് കുറച്ച് വൈകിപ്പോയി, കുറച്ചധികം വൈകിപ്പോയി. ബട്ട് സ്റ്റിൽ എവിടെയാണോ അവസാനം പറഞ്ഞത് അവിടുന്ന് തന്നെ തുടങ്ങാം. RBL പ്ലേ കാർഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ ഒരു 1-2 കൊല്ലം നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ വളരെ അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ കുറഞ്ഞ കാർഡ് കിട്ടി ഒരു 6 months ഒരു കാർഡ് അടിപൊളിയായിട്ട് ഞാൻ യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം എല്ലാ സ്പെൻഡുകൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഓഫർ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 500 രൂപയ്ക്ക് 2 മൂവി ടിക്കറ്റും 100 രൂപ നമുക്ക് ഫുഡ് ആൻഡ് ബീവറേജസ് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടും. ഈ ഒരു ഓഫർ 6 months to 1 year വരെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ യൂസ് ചെയ്തു. പക്ഷേ അതിന് ശേഷം ഈ ഒരു കാർഡ് ഡ്രാസ്റ്റിക്കലി ഡീവാലുവേറ്റ് ചെയ്തു. അതായത് കുറേ കാറ്റഗറീസിൽ ഇവർ ഈ സ്പെൻഡിങ്സ് എല്ലാം റിമൂവ് ചെയ്ത് ഫ്യൂവൽ, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് പേയ്മെൻറ്റ്സ്, അതുപോലെ EMIs, അതുകൂടാതെ ഇവർ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്, അങ്ങനെ കുറേ കാറ്റഗറി ഇവർ നമുക്ക് ഈ ഒരു ഓഫർ അവൈൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു കാറ്റഗറി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല. നമുക്ക് സ്പെൻഡ് ചെയ്യാന്നല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ബെനിഫിറ്റ് ഒന്നുമില്ല. അതുകൂടാതെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ 1% എക്സ്ട്രാ ചാർജസും അവർ ആഡ് ചെയ്തു. ലൈക്ക് ഇപ്പം നിങ്ങളൊരു കാർഡുണ്ട്, ഈ ഒരു കാർഡ് വെച്ച് വീട്ടിലെ കറണ്ട് ബില്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് ബില്ലോ എന്തെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനും ഈ പറഞ്ഞ പോലെ 1% ചാർജസ് അവർ ആഡ് ചെയ്യാൻ തുടങ്ങി. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ്സ് നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേജിൽ പോയിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചാർജസ് ഇല്ല. അതല്ലാതെ അവരുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനും ഈ പറഞ്ഞ പോലെ 1% ചാർജസ് വരുന്നുണ്ട്. റെൻറ്റ് പേയ്മെൻറ്റ്സ് അതിനും ചാർജസ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഒരു കാർഡ് മൊത്തത്തിൽ ഡീവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാർഡ് എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും ഒബ്വിയസ്ലി നോട്ട്. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ പേഴ്സണലി പറയുകയാണ്, ഞാൻ ഈ കാർഡ് ഉടനെ ക്ലോസ് ചെയ്യാൻ പോവാണ്. സോ ആർക്കെങ്കിലും ഇത് എടുക്കാനോ ഇനി പ്ലാൻ ഉണ്ടെങ്കിൽ ബെറ്റർ വേറെ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും.